കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ ദാസരെ, അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ, ദൈവത്തിൻ്റെ ഭവനാങ്കണത്തിൽ നിൽക്കുന്നവരെ, അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ നാമം പ്രകീർത്തിക്കുവാൻ അവിടുന്ന് കാരുണ്യവാനാണ്. കർത്താവ് യാക്കോബിനെ തനിക്കായി, ഇസ്രായേലിനെ തൻ്റെ അവകാശമായി തിരഞ്ഞെടുത്തു. കർത്താവ് വലിയവനാണെന്നും സകല ദേവന്മാരെയും കാൾ ഉന്നതനാണെന്നും ഞാൻ അറിയുന്നു. ആകാശത്തിലും ഭൂമിയിലും ആഴിയിലും അഗാധങ്ങളിലും കർത്താവ് തനിക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് മേഘങ്ങളെ ഉയർത്തുന്നത് അവിടുന്നാണ്. മഴയ്ക്കായി ഇടിമിന്നലുകൾ അയക്കുന്നതും കലവറ തുറന്ന് കാറ്റിനെ പുറത്തുവിടുന്നതും അവിടുന്നാണ്. അവിടുന്നാണ് ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളെ സംഹരിച്ചത്. അവിടുന്ന് ഈജിപ്തിൻ്റെ മധ്യത്തിൽ ഫറവോയ്ക്കും അവൻ്റെ ഭൃത്യർക്കും എതിരായി അടയാളങ്ങളും അത്ഭുതങ്ങളും അയച്ചു. അവിടുന്ന് അനേകം ജനതകളെ തകർക്കുകയും ശക്തരായ രാജാക്കന്മാരെ വധിക്കുകയും ചെയ്തു. അമോര്യ രാജാവായ സീഹോനെയും ബാശാൻ രാജാവായ ഓഗിനെയും കാനാനിലെ സകല രാജ്യങ്ങളെയും സംഹരിച്ചു. അവരുടെ ദേശങ്ങൾ തൻ്റെ ഇസ്രായേൽ ജനത്തിന് അവകാശമായി അവിടുന്ന് നൽകി. കർത്താവേ, അങ്ങയുടെ നാമം ശാശ്വതമാണ്. കർത്താവേ, അങ്ങയുടെ കീർത്തി തലമുറകളോളം നിലനിൽക്കുന്നു. കർത്താവ് തൻ്റെ ജനത്തിന് നീതി നടത്തിക്കൊടുക്കും. തൻ്റെ ദാസരോട് കാരുണ്യം കാണിക്കും. ജനതകളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാണ്, മനുഷ്യരുടെ കരവേലകൾ മാത്രം. അവയ്ക്ക് വായുണ്ട്, എന്നാൽ സംസാരിക്കുന്നില്ല. അവയ്ക്ക് കണ്ണുണ്ട്, എന്നാൽ കാണുന്നില്ല. അവയ്ക്ക് കാതുണ്ട്, എന്നാൽ കേൾക്കുന്നില്ല. അവയുടെ വായിൽ ശ്വാസമില്ല. അവയെ നിർമ്മിക്കുന്നവർ അവയെ പോലെ ആകട്ടെ. അവയെ ആശ്രയിക്കുന്നവരും അതുപോലെ തന്നെ. ഇസ്രായേൽ ഭവനമേ, കർത്താവിനെ വാഴ്ത്തുക. അഹരോന്റെ ഭവനമേ, കർത്താവിനെ വാഴ്ത്തുക. ലേവിയുടെ ഭവനമേ, കർത്താവിനെ വാഴ്ത്തുക. കർത്താവിൻ്റെ ഭക്തരെ, കർത്താവിനെ വാഴ്ത്തുവിൻ. ജെറുസലേമിൽ വസിക്കുന്ന കർത്താവ് സിയോനിൽ വാഴ്ത്തപ്പെടട്ടെ. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഈശോയെ, ഈ കഴിഞ്ഞ രാത്രിയിൽ നന്നായി ഉറങ്ങാനും ഈ പ്രഭാതത്തിൽ ഉണരാനും ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഒത്തിരി ഒത്തിരി നന്ദി. ഈ പുതിയ ദിവസം അങ്ങേ കൂടുതൽ സ്നേഹിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിനും അനുസരിക്കുന്നതിനും അങ്ങേപോലെ തന്നെ അവരെ സ്നേഹിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സഹോദരങ്ങളോടും കൂട്ടുകാരോടും അയൽക്കാരോടും സ്നേഹത്തോടും ആദരവോടും കൂടി പെരുമാറാനുള്ള ഞങ്ങളുടെ തീരുമാനത്തെ ആശീർവദിക്കണമേ. മുതിർന്നവരോട് ബഹുമാനത്തോടും വിനയത്തോടും ആദരവോടും മാത്രം വ്യാപരിക്കുവാനും അങ്ങ് ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. മറ്റുള്ളവർക്ക് വേദന ഉളവാക്കുന്ന വാക്കോ പ്രവൃത്തിയോ ഞങ്ങളിൽ നിന്നുണ്ടാവരുതേ. സത്യമായവ മാത്രം ചിന്തിക്കുവാനും നന്മ മാത്രം ആഗ്രഹിക്കുവാനും നല്ലത് മാത്രം ചെയ്യുവാനും ഞങ്ങൾക്ക് ആവശ്യമായ ആത്മീയ പ്രകാശം നൽകണമേ. സകലവിധ ആപത്തുകളിൽ നിന്ന് അങ്ങ് ഞങ്ങളെ കാത്തുകൊള്ളണമേ. സദാ അങ്ങ് എൻ്റെ കൂടെ ഉണ്ടെന്ന കാര്യം ഞാൻ ഒരിക്കലും മറക്കാതിരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞ ഒരു പൊതുജീവിതം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അങ്ങേ മാതാവായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൽ ഒരു ഇരിപ്പിടം ഞങ്ങൾക്ക് നൽകണമേ. എൻ്റെ പൊന്നീശോയെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ എളിയ പ്രാർത്ഥന കനിവോടെ സ്വീകരിക്കണമേ. ആമേൻ.